ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നാണ് ഗൈസ് നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമ്മുടെ ഷിൻചാൻ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ സ്കൂളിൽ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ 10 മണിയാണ്ട് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ നമ്മളെ കാറൊന്ന് വാഷ് ചെയ്യാം ഗൈസ്. നല്ല അഴുക്കും കാടും ഉണ്ട്. നമ്മളെ കാർക്ക് ഒന്ന് വാഷ് ചെയ്യാമെന്ന് ഗൈസ് ഞാൻ വിചാരിച്ചു. നമുക്കാണെങ്കിൽ നൈസിന് നമുക്ക് റിവേഴ്സ് എടുക്കാം. ഞാനാണെങ്കിൽ അങ്ങനെ റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നമ്മളെ പ്രഷർ വാഷറും എടുക്കാം ഗൈസ്. നമുക്ക് പ്രഷർ വാഷറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ നല്ല രീതിക്ക് ഒന്ന് വാഷ് ചെയ്യാം ഗൈസ്. എൻ്റെ പൊന്നെ അടിപൊളി ചെളിയുണ്ട് ഗൈസ്. ഓഫ് റോഡൊക്കെ പോയായിരുന്നു ഞാനും ജോണും. നല്ല ഓഫ് റോഡ് പോയിട്ട് നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ടയറിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. എന്തായാലും ഗൈസ് ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് കഴുകിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ കഴുകിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ വണ്ടിയൊക്കെ ഇപ്പം അടിപൊളിയാണ് ഗൈസ്. സീൻ കാണാനൊക്കെ ലുക്കാണ്. ഇത് ആരാണ് വിളിക്കുന്നില്ല, ഇത് ജോണല്ലേ? എന്താടാ ജോണേ? എടാ നീ ആണെങ്കിൽ എന്റെ വീട്ടിലോട്ട് മേളൊക്കെ എന്ന് വരണോടാ. എന്റെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്കാണെങ്കിൽ അവിടെ ഇച്ചിരിയൊക്കെ ഒന്ന് കറങ്ങാൻ പോവാടാ. ശരിടാ, ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് ഞങ്ങളൊക്കെ വരാടാ. ശരി. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ നമുക്ക് നേരെ നമ്മളെ ജോണിൻ്റെ വീട്ടിലോട്ട് ഞങ്ങളെ പോവാം. അവൻ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമ്മളെ കാറുകളൊക്കെ വാഷ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഗൈസ് അവൻ്റെ വീട്ടിലോട്ട് ഞങ്ങളും പോവാം. എന്തായാലും ഈ വണ്ടി എന്തായാലും ഇടിച്ച് പൊളിയും ചാൻസ് കൂടുതലാണ്. ഈ വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഞാൻ എല്ലാ വീഡിയോയിലും ഈ വണ്ടി ഇട്ട് ഇടിക്കുന്നത്. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ നേരെ നമുക്കാണെങ്കിൽ നല്ല രീതിക്ക് നേരെ വിടാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാം. അവൻ എന്തായാലും വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് കറങ്ങാൻ പോവാം ഗൈസ്. വെറുതെ ഓഫ് റോഡ് ഒന്നും കൂടെ പോയതിനു ശേഷം എൻ്റെ വണ്ടി ഒന്നും കൂടെ കുളമാക്കാനായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ചാനൽ ഇതിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരോട് ലൈക്ക് ചെയ്യുക. അപ്പം ഗൈസ് ഞാനാണെങ്കിൽ നേരെ ഗൈസ് എൻ്റെ പൊന്നെ ജോണിൻ്റെ വീട്ടിലോട്ട് നിങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വെച്ച് ജോൺ വെളിയിറങ്ങിയിരിക്കുകയാണെന്ന്. എന്തായാലും ഗൈസ് നമ്മളെ കാർ പാർക്കിങ്ങിന് ആളൊക്കെ കൊണ്ടുപോയി കാർ പോർച്ച് ഗൈസ് നമ്മളെ കാർ കൊണ്ടുപോയി ഇടാം ഗൈസ്. ഗൈസ് ഇതേത് കാർ ഗൈസ്? എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ ഗൈസ് ഈ കാറ്. എൻ്റെ പൊന്നെ ഇത് BMW ഇല്ലേ ഗൈസ്? BMW N4 ആണ്. അപ്പോൾ എന്തായാലും ഗൈസ് അവൻ്റെ അടുത്തേക്ക് കീ ഒന്ന് ചോദിച്ചു നോക്കും ഗൈസ്. ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ് നമുക്കാണെങ്കിൽ കാറിൽ നിന്ന് ആളൊക്കെ ഇറങ്ങാം. എൻ്റെ പൊന്നെ അടിപൊളി മോഡിഫിക്കേഷനൊക്കെ ആളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചെറുക്കനൊക്കെ അറിയാം ഗൈസ് കളറൊക്കെ ഏതൊക്കെ ഇടണമെന്ന്. എന്തായാലും നമ്മളെ ഒന്നും വിളിച്ച് ചോദിച്ചില്ല. നമ്മളറിയാത്ത കാറാണ് ഗൈസ്. നമുക്ക് ചിലപ്പോൾ സർപ്രൈസായിട്ട് വല്ലതും ഗിഫ്റ്റ് തരാനാണ്. എന്തായാലും ഗൈസ് ആ കാറിൻ്റെ കീ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാടാ ജോണേടാ. മേളിലോട്ട് വാ. ഞാനാണെങ്കിൽ ഇവിടെ ഒരുങ്ങിയാടാ. വാ മേളിലോട്ട് വാ. ഞാൻ ഇവിടെ ഒരുങ്ങിയാടാ ബാത്റൂമിലാ വരുന്നറാ. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് അവൻ്റെ ഇങ്ങോട്ട് പോവാം ഗൈസ്. അവൻ ബാത്റൂമിലാണ്. എടാ ഞാനാണെങ്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് എവിടെയാടാ പോകണ്ടുള്ളത്? എടാ ഫ്രാങ്കളിലെ നമുക്കാണെങ്കിൽ ഓഫ് റോഡ് ഞാളൊക്കെ പോവാടാ. ഇന്നലെ പോയ കണക്ക് നമ്മളെ ഡിഫൻഡറിൽ പോവാ. പിന്നെടാ വെളിയിൽ കിടക്കുന്ന ആ BMW ആരെയാടാ? പിങ്ക് കളറില്ല. അത് ആരെയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആ കീ ഒന്ന് തരാവോ? എനിക്ക് നോട്ടിച്ച് നോക്കണമായിരുന്നറാ. അതൊന്നും തരാൻ പറ്റത്തില്ലടാ. ആദ്യത്തെ തന്നെ BMW കാറാണോ? അതൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ലടാ. ശരിടാ, ഞാനാണെങ്കിൽ പോയാടാ. എനിക്ക് വീട്ടിൽ പോകണുണ്ട്. ഇന്ന് അത്യാവശ്യമായിട്ട് ഏതാണ്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പം ശരി. അപ്പോൾ ഗേസ് ആ BMW അവൻ നമുക്ക് തരത്തില്ലെന്നാണ് ഗേസ് അവൻ പറഞ്ഞത്. എന്തായാലും ഗേസ് ഈ വീട്ടിൽ നിന്നിട്ട് നമുക്ക് നീ വലിയ കാര്യമൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഗേസ് നമ്മളെ വീട്ടിൽ ഞങ്ങൾ പോവാം ഗേസ്. നമ്മളെ വീട്ടിൽ ഞാൻ വെറുതെ അങ്ങ് പോവല്ല ഗേസ്. ഇവൻ്റെ കാറിനിട്ട് ഞാനൊരു പണി കൊടുത്തിട്ടേ ഞാൻ പോത്തോളൂ ഗേസ്. നമ്മളെ വിളിച്ചു വരുന്നതിന് ശേഷം അവൻ്റെ കാർ ഓട്ടിക്കാൻ തരുമെന്ന് വെച്ചപ്പോൾ അവൻ തന്നില്ല. എന്തായാലും ഗേസ് ഇവനിട്ടൊരു ഞാനൊരു പണികളൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഉറപ്പായിട്ട് അവനിട്ടൊരു പണി കൊടുക്കാം. എൻ്റെ പൊന്നെ ഇതിന് ഫ്ലൈയിങ് മോഡ് ക്ലച്ച് കൂട്ടിയപ്പോൾ ഗൈസ് ഫ്ലൈയിങ് മോഡായി പോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. ഇന്ന് ഇതിലേ പോവാം ഗൈസ്. നമ്മളെ മറ്റേ വീട്ടിൽ പോവാം. മറ്റേ വീട്ടിൽ പോകേണ്ട ഗൈസ്. പഴയ വീട്ടിൽ പോകേണ്ട ഗൈസ്. നമ്മൾ പുതിയ വീട്ടിൽ പോവാം. എൻ്റെ മോനെ ഇടിച്ച് ഇതിന് ഇൻഷുറൻസ് ഉണ്ടോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇത് ഫ്രീ ആയിട്ട് ശരിയാക്കി തരുന്നതുകൊണ്ട് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തീർന്നേനെ. എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഈ കാർ അത്ര ഇടിച്ചാലും എനിക്കൊരു വിഷമം വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഇൻഷുറൻസ് ആണ്. എൻ്റെ പൊന്നെ ഇത് ഡോറില്ലാത്തതുകൊണ്ട് ഞാൻ തെറിച്ച് പോയി ഗൈസ്. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഗൈസ് നമുക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ വണ്ടി കയറാം. വന്ന് വീണതൊരു വീഴ്ചയാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ നമ്മളെ പഴയ വീട്ടിലോട്ട് അയാളൊക്കെ പോവാം ഗൈസ്. ജോണിൻ്റെ കാറിനിട്ട് ഞാൻ ഒരു പണി കൊടുക്കും ഗൈസ്. അത് നമുക്ക് രാത്രി കൊടുക്കാം. അപ്പോൾ ഗൈസ് ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരോട് ലൈക്ക് ചെയ്യുക. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാം.
പോവാം. എൻ്റെ പൊന്ന് ഇതിന് ഡോറെല്ലാം ലൂസാണ്. അപ്പം എൻ്റെ പൊന്ന് ഒരു കാർ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഫ്ലൈയിങ് മോഡ് ഇട്ട് കയറാൻ പറ്റുമോ നോക്കാം ഗൈസ്. തീർന്നു ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ തേഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വണ്ടിയാണെങ്കിൽ ഈ റബ്ബർ പോലെ കിടന്ന് ചാടുകയാണ് ഗൈസ്. കങ്കാലൊക്കെ ചാടുന്നതാണ് ഗൈസ്. നമ്മളെ വണ്ടി കിടന്ന് ചാടുന്നു ഗൈസ്. കുത്തനെ കിടന്ന് ചാടുന്ന. എന്തായാലും ഗൈസ് നമ്മളെ വണ്ടിയാണെങ്കിൽ ഈ പുതിയ വീട്ടിലോട്ട് നിങ്ങളൊക്കെ കയറ്റിയിടാം. എൻ്റെ പൊന്നെന്ന് കഴിവിയതുള്ളൂ. ഇതോടെ ഗൈസ് നമ്മളെ ഡോറ് കളയി പോയി. ആരുടെയൊക്കെ കണ്ണ് വിട്ടിട്ടുണ്ട് ഗൈസ് നമ്മളെ വണ്ടി. അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കാണെങ്കിൽ നേര് ഗൈസ്. എൻ്റെ പൊന്നെ ഇതാരാ വിളിക്കുന്ന? ജോണല്ലേ? ശരിടാ, ഞാൻ ഇങ്ങ് വീട്ടിൽ വന്നറാ. ശരി. അപ്പോൾ ഗൈസ് അവൻ വിളിച്ചതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ വീട്ടിൽ വന്നെന്നാണ് ഗൈസ് അവൻ വിളിച്ച് ചോദിച്ചത്. അവൻ ചോദിച്ചു ഓഫ് റോഡ് പോകുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ പോകുന്നില്ലെന്ന് ഗൈസ്. അപ്പം നമ്മളെ BMW തന്നില്ല അവൻ. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളാണെങ്കിൽ ഓഫ് റോഡ് പോകുന്നില്ല ഗൈസ്. നമ്മളെ വെറുപ്പിച്ചവന്മാരെ എനിക്കും വേണ്ട ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വേറെ വല്ല ഗെയിമിൻ്റെ വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ അപ്പം ഗൈസ് നമ്മളാണെങ്കിൽ അങ്ങനെ മേളിലോട്ട് ഞാളൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഉടുപ്പ് മാറിയതിന് ശേഷം കിടക്കയോ ഗെയിമോ എല്ലാം കളിക്കാം ഗൈസ്. ഇവിടെ ആണെങ്കിൽ PS5 ഇല്ല. എന്തായാലും ഗൈസ് ഉള്ളതാണെങ്കിൽ നമുക്ക് സൽക്കൽപ്പിക്കാം. നമുക്കൊന്ന് ഉറങ്ങിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ രാത്രി ഞാളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് ഞാളൊക്കെയാണ് പോകുന്നത് ഗൈസ്. അവൻ്റെ കാറിലിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും കാറ്റോ വല്ല കൂരി വിടാനാണ്, ചില്ല് പൊട്ടിക്കാനാണ്. ഒന്നുമില്ല ഗൈസ്. അതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഗൈസ്. അടിപൊളി പരിപാടിയാണ് ഗൈസ്. ഞാൻ അവൻ്റെ കാറിന് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അവൻ ഉറങ്ങിക്കാണും ഗൈസ്. 12 മണിയായിട്ടുണ്ട് ഗൈസ്. അവൻ വല്ല കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗൈസ് തീർന്നു. അപ്പം നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ കാറിൻ്റെ നമ്മളെ ഈ ഒരു ടയറിൻ്റെ അടപ്പും കാലൊക്കെ അവിടെ ആയെന്ന് പറയാം. അപ്പോൾ ഗൈസ് വല്ലതൊക്കെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. എന്തായാലും എൻ്റെ പൊന്നെ ഗേറ്റൊക്കെ ഒന്ന് തുറന്നു ഇന്നൂടെ ഗൈസ്. ഞാൻ ഈ വീട്ടിലെ ഗേറ്റ് മാറ്റാൻ പോവുകയാണ് ഗൈസ്. ഭയങ്കര ശല്യമാണ്. ഇതാണെങ്കിൽ കള്ളന്മാർ വന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ്. എൻ്റെ പൊന്നെ അവിടുത്തെ സൈൻ ബോർഡെല്ലാം നമ്മൾ ഇടിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ നേരെ കത്തി കയറാൻ ഗൈസ്. നമ്മളെ റോഡല്ലേ ഗൈസ്. നമ്മൾ പണിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഗൈസ്. ഇത് നമ്മളെ പണിഞ്ഞിട്ടൊന്നും അല്ല. ഇത് വേറെ ആരുടെയൊക്കെ പണിഞ്ഞിട്ടാ. എൻ്റെ പൊന്നെ ഇവിടെ നിർത്താം പയ്യെ. ഇന്ന് ഗൈസ് നമുക്ക് പയ്യെ പോവാം. പയ്യെ ഗൈസ്. പയ്യെ കയറും. എൻ്റെ പൊന്നെ അവനിവിടെ കാണുന്നില്ലല്ലേ ഗൈസ്. എന്താത്തിൻ്റെയൊക്കെ സൗണ്ട് കേട്ടു ഗൈസ്. എന്താണ് ഗൈസ്? എന്തായാലും ഒരു തോക്ക് ഗൈസ് ഇവിടെ ഒന്നും ഇല്ല. എൻ്റെ പൊന്നെ ഞാൻ വിചാരിച്ചു ജോണാണ് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ഗൈസ്. നമുക്ക് സമയം കളയില്ല ഗൈസ്. നമ്മളെ ജോണി കുട്ടൻ്റെ കാറിന് നമുക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഗൈസ്. അതാണ് ഗൈസ് നമ്മളെ പരിപാടി. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ക്രാഷ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇവൻ്റെ വണ്ടി കൊണ്ടുപോയി നമ്മൾ ക്രാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കാണെങ്കിൽ രാത്രിയാണ് ഗൈസ്. ഇയാൾ പറഞ്ഞു കൊടുക്കും. ഇയാളൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ഇയാൾക്ക് ഏതാണ്ട് ഒരു പൊട്ടനാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഒരു റെഡ് കാർ അയാളൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ ജോണിൻ്റെ ആൾക്കാരാണ് ഗൈസ് ഇവിടെ ഫുള്ള്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ പറഞ്ഞ സ്ഥലത്തോട്ട് ആളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ഈ കാർ അങ്ങ് ട്രെയിൻ പൊട്ടിച്ചോളും ഗൈസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇച്ചിരി പണിയൊക്കെ ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മൾ പണിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചേച്ചി നമ്മളവിടെ നിന്ന് നോക്കുന്നത്. എന്തായാലും ഗൈസ് ആ ചേച്ചിയൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഇതിനകത്താണെങ്കിൽ ഒരു 5-6 സ്റ്റിക്കി ബോംബൊക്കെ ഇട്ട് അടിപൊളിയാക്കിയതിന് ശേഷം കാണാം ഗൈസ്. എൻ്റെ പൊന്നെ ഗൈസ്. അങ്ങനെ ഞാൻ അടിപൊളിയാക്കി ഗൈസ്. നമ്മളെ ട്രെയിനും വന്നു. നമ്മളെ കാറും അങ്ങ് പൊട്ടി തരിപ്പണമായിട്ടുണ്ട് ഗൈസ്. അതാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇനിയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതാര് ജോണല്ലേ? എന്റെ കാർ കാണുന്നില്ലടാ. ഫ്രാങ്കുള്ള എന്റെ വീട്ടിലോട്ട് വാടാ. കുഴപ്പമില്ലടാ. എന്റെ വീട്ടിലാണെങ്കിൽ ക്യാമറ ഉണ്ട്. അവനെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളിടാ കാര്യം ഫ്രാങ്കുള്ളേ. ഗൈസ്